581 സ്കോറിന് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ. 11,656 റാങ്കിന് ഈ ഒരു കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതും ഗവൺമെന്റ് സീറ്റ് ആണെന്നുള്ള. ഹലോ ഡേ നീറ്റ് ആസ്പിറൻസ്, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ട ക്യാമ്പസ് ആയിട്ടുള്ള കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഏത് നീറ്റ് സ്കോറിനായിരിക്കും അവിടുത്തെ ഒരു ഗവൺമെന്റ് MBBS സീറ്റിലേക്ക് എത്താൻ പറ്റുക? ഇതൊന്ന് ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ വർഷത്തെ എക്സാം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പോലെ തന്നെ, കഴിഞ്ഞ വർഷത്തെ അത്രയും ടഫ് ലെവൽ അല്ലായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം ടഫ് ആയിരുന്നു എക്സാമിനേഷൻ. അപ്പൊ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു 560 to 580 റേഞ്ചിൽ തന്നെയാണ് ഗവൺമെന്റ് MBBS സീറ്റിന്റെ കട്ട് ഓഫ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തോട് ഈക്വൽ ആയിട്ട് വരാനാണ് സാധ്യത. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. യെസ്, അപ്പൊ ആദ്യം വരുന്നത് ഓപ്പൺ കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറിയാണ്, യാതൊരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറിയാണ്. 581 നീറ്റ് സ്കോറിന് മാത്രമാണ് ഈ ഒരു ക്യാമ്പസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചത്. കട്ട് ഓഫ് ആയിട്ട് വന്നത് ആ ഒരു റാങ്ക് ആണ്. തേർഡ് അലോട്ട്മെന്റിന്റെ കട്ട് ഓഫ് ആണ് മിസ് പറയുന്നത്. അതിനുശേഷമുള്ളതൊന്നുമല്ല, മേജർ ആയിട്ടുള്ള 3 ഘട്ടങ്ങളിലെ മൂന്നാമത്തെ ഘട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്. 234 കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക്. ഓരോ മെഡിക്കൽ സീറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കോളേജ് മികച്ചത് ഒന്നല്ല എന്നല്ല, എല്ലാ മെഡിക്കൽ സീറ്റുകളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ ക്യാമ്പസിൻ്റെയും ലാസ്റ്റ് റാങ്ക് ചെക്ക് ചെയ്യും. ഓക്കെ, എല്ലാ ക്യാമ്പസുകളുടെയും നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് കാലിക്കറ്റിൻ്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും ടോപ്പ് റാങ്കേഴ്സ്, നമ്മളൊരു അലോട്ട്മെന്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന കോളേജ് തന്നെയാണ് കേരളത്തിലെ ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജ് തന്നെയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ആദ്യം നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മെഡിക്കൽ സീറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അടുത്തത് ഇഴവ കാറ്റഗറിയാണ്. 475 ലാസ്റ്റ് റാങ്കിനാണ് കാലിക്കറ്റിൽ കഴിഞ്ഞ തവണ ലഭിക്കുന്നത്. കുട്ടിയുടെ നീറ്റ് സ്കോർ 568 ആയിരുന്നു. അപ്പൊ ഇത്തവണയും അത് തന്നെ എക്സ്പെക്ട് ചെയ്യണം. ഒരു 570 അല്ലെങ്കിൽ 580 നീറ്റ് സ്കോറിന് തന്നെ ആയിരിക്കും അവിടെ കട്ട് ഓഫ് വരിക, അല്ലെങ്കിൽ 568 ഈ ഒരു റേഞ്ചിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് 280 ആയിരുന്നു. അതായത് ടോപ്പ് റാങ്കിങ്ങിൽ വന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു കോളേജ് കിട്ടുക എന്ന മീനിങ്. 280, 577 ആയിരുന്നു നീറ്റ് സ്കോർ ആയിട്ട് വന്നത്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. 529 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്, 566 ആയിരുന്നു സ്കോർ. ഇവിടെയുള്ളത് നീറ്റിന്റെ സ്കോർ ആണ്, കുട്ടിക്ക് ലഭിച്ച നീറ്റ് സ്കോർ. ഇവിടെയുള്ളത് കുട്ടിയുടെ കേരള റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് അല്ല, കേരളത്തിൽ കുട്ടിക്ക് ലഭിച്ച റാങ്ക്. ഓൾ ഇന്ത്യ റാങ്കിൽ എല്ലാവരും ഉണ്ട്, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിട്ടറീസിലെ എല്ലാം കുട്ടികളുണ്ട്. പക്ഷെ കേരള റാങ്കിൽ കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന കേരളത്തിന്റെ കുട്ടികൾ മാത്രമായിരിക്കും. ഓക്കെ, അടുത്തത് LA കാറ്റഗറിയാണ്. 1020 ലാസ്റ്റ് റാങ്ക്, 551 ആയിരുന്നു കുട്ടിയുടെ സ്കോർ. ധീവര കാറ്റഗറിയാണ്. 3098 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്, 518 ആയിരുന്നു കുട്ടിയുടെ സ്കോർ. വിശ്വകർമ്മ കാറ്റഗറി 583 ലാസ്റ്റ് റാങ്ക്, 564 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ ആയിട്ട് വന്നത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ് BX കാറ്റഗറി. ബാക്ക്വേർഡ് ക്രിസ്ത്യന് ലാസ്റ്റ് റാങ്ക് 1149 ആയിരുന്നു, 548 ആണ് കുട്ടിയുടെ നീറ്റ് സ്കോർ. KN എന്ന് പറഞ്ഞാൽ കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 4225 റാങ്കിന് കഴിഞ്ഞ വർഷം കോഴിക്കോട് അഡ്മിഷൻ കിട്ടി. 506 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ. KU കാറ്റഗറി 7188 കിട്ടി, 481 ആയിരുന്നു നീറ്റ് സ്കോർ. SC കാറ്റഗറിയിൽ 5623 കിട്ടി, 494 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 11656 റാങ്കിന് ഈ ഒരു കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം ഒരു ഗവൺമെന്റ് സീറ്റ്, ശ്രദ്ധിക്കണം, ഒരു ഗവൺമെന്റ് സീറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടി. ഓക്കെ, ചില ടൈമിലൊക്കെ നമ്മുടെ ലക്കും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ, അങ്ങനെയല്ല. അപ്പോൾ വേക്കൻസി വരുന്നതനുസരിച്ച്, തേർഡിന് ശേഷം വേക്കൻസി വരുന്നതനുസരിച്ചും ഒക്കെ നമ്മൾ ആ കോളേജിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ നമ്പറും കാറ്റഗറി വൈസ് എടുക്കുമ്പോൾ ആ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ, നമ്മുടെ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ ആ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്നത് കുറവാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടും അല്ലേ. അപ്പോൾ ചെറിയ രീതിയിലൊരു ലക്ക് ഫാക്ടറും കൂടി അവിടെയുണ്ട്. ഹാർഡ് വർക്ക് തന്നെയാണ് പ്രധാനം, ലക്കല്ല, ഹാർഡ് വർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോളേജിൽ നമ്മുടെ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ അപ്ലൈ ചെയ്തത് കുറവാണെങ്കിൽ നമ്മുടെ സാധ്യത കൂടി അല്ലേ. യെസ്, അപ്പോൾ കുട്ടിയുടെ നീറ്റ് സ്കോർ 443 ആണ്. റാങ്ക് എത്രയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് സ്കോർ തന്നെയാണ്. കഴിഞ്ഞ വർഷം 443 ഹൈ സ്കോർ തന്നെയാണ്, കാരണം അത്രയും ടഫ് ആയിരുന്നു. EW 1104 ലാസ്റ്റ് റാങ്ക്, 549 കട്ട് ഓഫ്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറി എടുത്താലും
എല്ലാ കാറ്റഗറിയിലും വളരെ ഉയർന്ന സ്കോറുള്ള കുട്ടികൾക്ക് മാത്രമാണ് കാലിക്കറ്റിൽ കഴിഞ്ഞ തവണ കിട്ടിയത്. ഏത് കാറ്റഗറി ആണെങ്കിലും വളരെ മികച്ച സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കോളേജിൽ കിട്ടുന്നത്. അപ്പൊ ഈ വർഷം ഏകദേശം ഈ അടുത്ത സ്കോറിന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു +10 ഓർ -10 ആവാനുള്ള സാധ്യതയാണ്. ബാക്കി ഈ ഒരു സ്കോറിനോട് ഏകദേശം ഒരുപോലെ തന്നെ വരാനാണ് സാധ്യത. ഒരു +10 അല്ലെങ്കിൽ ഒരു -10. ഓക്കെ, അത്ര മാത്രമേ ഡിഫറൻസ് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ നീറ്റ് സ്കോർ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾ വളരെ വലിയ കൺഫ്യൂഷനിലാണെന്നറിയാം. റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ, എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ നീറ്റ് സ്കോറിന് കിട്ടുമോ? അത് കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ മിസ്സിന് മനസ്സിലാവുന്നുണ്ട്. കമന്റ് ബോക്സിലൊക്കെ ഈ ഒരു സ്കോറിന് കിട്ടുമോ? പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളുടെയും സ്കോർ വന്ന് റാങ്ക് വന്ന് അതിനൊക്കെ ശേഷം മാത്രമാണ് നമുക്ക് നമ്മുടെ സാധ്യത കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുക. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ പോലും കഴിഞ്ഞ വർഷവുമായിട്ട് ഏകദേശം ഒരുപോലെയാണ് ഇത്തവണത്തെ കട്ട് ഓഫ് പോകാനുള്ള ഒരു സാധ്യത വരുന്നത്. മക്കൾ എന്തായാലും നിങ്ങൾ എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യുക. റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു സ്കോറിന് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ടൈമുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മിസ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം, പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.